മൃഗയാകുതുകും പൂണ്ടടവി തന്നിൽ പുക്കു മൃഗസഞ്ചയം കൊന്നു പെരുമാറിന കാലം. രണ്ടു രാക്ഷസർ വനത്തിങ്കൽ ശാർദൂലങ്ങളായുണ്ടവ രണ്ടിലൊന്നു കൊന്നിതു സൗദാസനും. നിനക്കുമാപത്തു ഞാൻ വരുത്തേടുവനെന്നു കനക്കെ രോഷം പൂണ്ടു പറഞ്ഞു മറ്റേവനും. സൗദാസൻ പിന്നെ സുദാസൻ മൃതനായ ശേഷം മേദിനീശ്വരനായി വാണിടിന കാലത്തിങ്കൽ യാഗവും ചെയ്തിടിനാൻ. വസിഷ്ഠനിയോഗത്താലാഗമിച്ചിതു രക്ഷസവിടെ വസിഷ്ഠനായി ഉപദംശത്തിനിന്നു മാംസമുണ്ടാക്കിയിടെന്നു നൃപനോടുര ചെയ്തു മറഞ്ഞു രാക്ഷസനും. നിറഞ്ഞ മോദത്തോടു മാംസമുണ്ടാക്കിയിടുവാൻ പറഞ്ഞു നൃപേന്ദ്രനും. പാചകൻ തന്നോടപ്പോൾ ആമിഷകർത്താവുതൻ വേഷമായി നിശാചരനാമിഷം കൊടുത്തിതു മാനുഷമതു നേരം. സൂതനും വസിഷ്ഠനു സാദരം വിളമ്പിനാൻ. ക്രോധമുൾക്കൊണ്ടു ശപിച്ചിടിനാൻ വസിഷ്ഠനും. മാനുഷമാംസം ഭക്ഷിച്ചിടുമോ ബ്രാഹ്മണൻ ഞാൻ? മാനവശ്രേഷ്ഠ ഭവാനതിനാലിനിമേലിൽ മർത്യമാംസവും ഭക്ഷിച്ചടവീതലം തോറും നിത്യവും നിശാചരനായി സഞ്ചരിക്കണം. ശാപത്തെ കേട്ടു നൃപൻ കാരണം തിരഞ്ഞപ്പോൾ ആപത്തിൻ മൂലമെല്ലാം അറിഞ്ഞോരനന്തരം. രാക്ഷസൻ ചതിച്ചതെന്നറിഞ്ഞു വസിഷ്ഠനും ദാക്ഷിണ്യം പൂണ്ടു നൃപനോടരുൾ ചെയ്തിടിനാൻ. വേദജ്ഞന്മാർ വാക്കുകൾ അസത്യമായി വന്നിടാ. 12 സംവത്സരം കൊണ്ടു തീരുക ശാപം. മന്നവ രാക്ഷസനായി വാഴുന്നാൾ ചെയ്യും കർമ്മം പിന്നെയൊന്നുമേ തവ തോന്നുകയില്ല താനും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.